ഹായ് ഓൾ. അപ്പോൾ നാളെ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്സിന്റെ എക്സാം ആണ്. എനിക്ക് റിക്വസ്റ്റ് കഴിഞ്ഞ 2 ദിവസമായിട്ട് എൻ്റെ വാട്സാപ്പ് മൊത്തം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്ന മിസ്സേ സെക്കൻഡ് മൊഡ്യൂൾ റിവൈസ് ചെയ്യാമോ, സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ചെയ്യാമോ, എച്ച് പാരാമീറ്റർ വീഡിയോ ചെയ്യാമോ, ഇങ്ങനെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള വീഡിയോസ് ആണ് എച്ച് പാരാമീറ്ററും നെറ്റ്വർക്ക് തിയറംസും പിന്നെ സെക്കൻഡ് മൊഡ്യൂളും, അതായത് നമ്മുടെ ട്രാൻസിയന്റിന്റെ മൊഡ്യൂളും. അപ്പൊ ഇനി എത്രത്തോളം ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് അറിയില്ല. ഇവിടെ ഞാൻ 2 പ്രോബ്ലം മാത്രം ചെയ്യുന്ന ഒരു എച്ച് പാരാമീറ്റർ ആണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് എച്ച് പാരാമീറ്റർ ചെയ്യാൻ പറ്റും. അപ്പോ ഞാൻ ഇവിടെ ഓൾറെഡി ഒരു 2-പോർട്ട് നെറ്റ്വർക്കും എച്ച് പാരാമീറ്ററിന്റെ ഇക്വേഷനും എഴുതിയിട്ടിട്ടുണ്ട്. ഇവിടെ നോക്കിക്കോ, V1 is equal to H11 I1 plus H12 V2 and I2 is equal to H21 I1 plus H22 V2. നമ്മൾ കണ്ടുപിടിക്കാനുള്ള പാരാമീറ്റേഴ്സ് ആർ ലൈക്ക് the H11, H12, H21 and H22 അല്ലേ? ഇനി നമ്മൾ എങ്ങനെയാണ് അത് കണ്ടുപിടിക്കാൻ പോകുന്നത്? ലൈക്ക് എന്താ, ആദ്യം V1 is equal to H11 I1 plus H12 V2. ഈ ഇക്വേഷനിൽ H11 is equal to V1 divided by H11ന്റെ കൂടെയുള്ള കറണ്ട് I1 at ഏതാ V2 is equal to 0. ഓക്കെ, at V2 is equal to 0. അങ്ങനെയെങ്കിൽ അടുത്തെന്താണ് H12 is equal to V1 by V2 at I1 is equal to 0. വോൾട്ടേജ് 0 കറണ്ട് 0 എന്ന് പറഞ്ഞാൽ, വോൾട്ടേജ് 0 എന്ന് പറഞ്ഞാൽ മീനിങ് വോൾട്ടേജിന്റെ ആ സൈഡിനെ അല്ലെങ്കിൽ ആ പോർട്ടിനെ നമ്മൾ ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. കറണ്ട് 0 എന്ന് പറഞ്ഞാൽ കറണ്ട് വരുന്ന ടെർമിനലിനെ അല്ലെങ്കിൽ ആ പോർട്ടിനെ നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. ഓക്കെ ആണേ? then H21 is equal to I2 by I1 at V2 0 അല്ലേ? at V2 0. and H22 is equal to I2 by V2 at I1 0. ഓക്കെ ആണ്? അപ്പൊ നമ്മൾ ആദ്യത്തെ ഈ 2 ടേംസ് H11ഉം H21 ഫസ്റ്റ് കോളം വരുന്നത് H11ഉം H21ഉം കണ്ടുപിടിക്കുന്നത് V2 0 ആക്കിക്കൊണ്ട്, അതായത് ടെർമിനൽ 2നെ അല്ലെങ്കിൽ പോർട്ട് 2നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തുകൊണ്ട്. H12ഉം H22ഉം കണ്ടുപിടിക്കുന്നത് ടെർമിനൽ 1ലുള്ള കറണ്ടിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തുകൊണ്ട്. ഇനി ഇക്വേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ചെയ്യാവുന്നതല്ലേ, എല്ലാ പാരാമീറ്ററും വീഡിയോസ് ചെയ്തിട്ടുള്ളതല്ലേ. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. അതിനു മുന്നേ ഒരു കാര്യം കൂടി പറയാൻ മറന്നുപോയി മക്കളെ. V1, വാട്ട് ആർ ദ ഡിപെൻഡന്റ് ആൻഡ് ഇൻഡിപെൻഡന്റ് ഫങ്ഷൻസ് ഹിയർ? നമ്മുടെ 2 ഇക്വേഷൻസ് ആണ് നമുക്കുള്ളത്. V1 എന്നുള്ള ഫസ്റ്റ് ഇക്വേഷനും I2 എന്നുള്ള സെക്കൻഡ് ഇക്വേഷനും. അപ്പൊ ഈ V1 എന്നുള്ള ഇക്വേഷൻ ഡിപ്പെൻഡ്സ് ഓൺ I1 V2 ആൻഡ് I2 എന്നുള്ള ഇക്വേഷൻ ഡിപ്പെൻഡ്സ് ഓൺ I1 ആൻഡ് V2. അപ്പൊ നമ്മുടെ ഫങ്ഷൻസ് ഏതാണ്? V1ഉം ഫങ്ഷൻ ഓഫ് V1 ആൻഡ് I2 ആർ ഡിപെൻഡന്റ് സോഴ്സസ്. ഓക്കെ, ഡിപെൻഡന്റ് സോഴ്സസ്. then ഫങ്ഷൻ ഓഫ് I1 ആൻഡ് V2 ആർ ഇൻഡിപെൻഡന്റ്. അത് ഇൻഡിപെൻഡന്റ് ആണ്, അതൊന്നിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. നമ്മൾ ഇക്വേഷൻ എഴുതുന്ന ടേംസ് ഏതാണോ അതാണ്, ദാറ്റ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുന്നതാണ് നമ്മുടെ ഡിപ്പെൻഡന്റും, മറ്റേത് വരുന്നത് നമ്മുടെ ഇൻഡിപെൻഡന്റ് സോഴ്സും ആയിരിക്കും. ക്ലിയർ ആയോ? ഇനി ഞാൻ ന്യൂമറിക്കൽ ചെയ്യാട്ടോ. നോക്കിക്കോ, ഞാൻ ആ ഹെഡിങ് എഴുതി അവിടെ തന്നെ ഫൈൻഡ് എന്നും കൂടി എഴുതിയിട്ട് സർക്യൂട്ട് വരച്ചിട്ടുണ്ട്. ഇത് സിമ്പിൾ ആയിട്ടുള്ള ഒരു സർക്യൂട്ടാണ്. അപ്പോൾ എച്ച് പാരാമീറ്റേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാ കണ്ടുപിടിക്കുക? ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻസ് എഴുതാം. V1 is equal to H11 I1 plus H12 V2 and I2 is equal to H21 I1 plus H22 V2. ഫസ്റ്റ് കേസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇപ്പൊ ഞാൻ V2 ഷോർട്ട് സർക്യൂട്ട് ചെയ്യുന്ന കേസാണ്. ബിക്കോസ് ഞാൻ പറഞ്ഞു ഫസ്റ്റ് കോളത്തിലുള്ള വാല്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് V2 ഷോർട്ട് സർക്യൂട്ട് ചെയ്യണം. സെക്കൻഡ് കോളത്തിലുള്ളത് ചെയ്യുമ്പോഴത്തേനും നമ്മൾ എന്താ I1 ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. ഇപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താ, H11ഉം H21ഉം കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഈ സെക്കൻഡറി സൈഡിനെ അല്ലെങ്കിൽ പോർട്ട് 2നെ ഷോർട്ട് സർക്യൂട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇവിടെ ഇപ്പൊ ഷോർട്ട് സർക്യൂട്ട് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? സർക്യൂട്ട് എങ്ങനെ ചേഞ്ച് ആവും? 2, 4, 2 അല്ലേ?
2, 4, 2, I2, I1. Here it is V1, no change at all. Then what are the equations? H11 is equal to V1 by I1 at V2 is equal to 0. ഇതിൽ ഇനി V1 എന്താണ് I1 എന്താണെന്ന് കണ്ടുപിടിക്കാം. V1 എന്ന് പറയുന്നത് നമുക്കറിയാം V is equal to I into R അല്ലെങ്കിൽ I into Z equivalent ആണല്ലോ. അപ്പോ ഈ V എന്ന് പറയുന്നത് ഇവിടെ മൊത്തം സർക്യൂട്ടിൽ I1 ഉണ്ട്, I2 ഉണ്ട്, സെക്കൻഡറി ഷോർട്ട് സർക്യൂട്ടഡ് ആണ്, എന്നിട്ട് 3 റെസിസ്റ്റൻസും കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ ഇസഡ് ഇക്വലന്റ് എങ്ങനെ കണ്ടുപിടിക്കും, അല്ലെങ്കിൽ ഈ വരുന്ന വിയുടെ കറസ്പോണ്ടിങ് വരുന്ന കറണ്ട് ഏതാണ് കണ്ടുപിടിക്കാനുള്ള ടേം ഏതാ? നമ്മുടെ V1 എന്നുള്ള വോൾട്ടേജ്, റൈറ്റ്? V1 is equal to I1 into Z equivalent അല്ലേ? ഇസഡ് ഇക്വലന്റ് അല്ലേ? ഇനി ഇസഡ് ഇക്വലന്റ് എങ്ങനെ എടുക്കും? ഇസഡ് ഇക്വലന്റ് എന്ന് പറഞ്ഞാല് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് V1 അല്ലേ മക്കളെ? അപ്പൊ V1 ആകുമ്പോ ഇവിടന്നേ നമുക്ക് നോക്കി തുടങ്ങാം. ദാറ്റ് ഈസ് 2 plus 2 parallel 4 അല്ലെങ്കിൽ 4 parallel 2. അതെന്താ കിട്ടുക? 2 plus 2 4s are 8 by 6. അപ്പോ 4 by 3. 6 plus 4 by 3 10 by 3 എന്ന് കിട്ടും. ഓക്കെ, 10 by 3 എന്ന് കിട്ടി. അങ്ങനെയെങ്കിൽ നമ്മുടെ V1 ചേഞ്ചസ് ടു ഇവിടെ എഴുതാം. V1 is equal to I1 into 10 by 3 എന്ന് കിട്ടി ആണല്ലോ. I1 into 10 by 3 എന്ന് കിട്ടി. അപ്പോ H11ന്റെ ഇക്വേഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത് V1 by I1 തന്നെയാ പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ V1 by I1 ആണെങ്കിൽ ഓൾറെഡി V1 കിട്ടിയിട്ടുള്ളത് എന്തുണ്ട്? I1 ഉണ്ട്. സോ വി ക്യാൻ ക്യാൻസൽ ദ I1 ടേംസ്. അപ്പോ നമ്മുടെ H11 ഇവിടെ നോക്കിക്കോ, H11 is equal to V1 by I1. That is equal to V1 ന് എന്ത് കൊടുക്കാം? 10 I1 by 3 the whole divide by I1. അപ്പോ H11 is equal to 10 by 3. കിട്ടിയോ? H11 is equal to 10 by 3. മിസ് ഈ സൈഡിലേക്ക് വാല്യൂ എഴുതിയിട്ട് ഇത് മായ്ക്കോ. ചെറിയ ബോർഡല്ല മിസ്, അത് ഫ്ലാറ്റിലാ. അന്ന് ക്ലാസ്സിൽ പോയിട്ടില്ല, അക്കാഡമി പോയിട്ടില്ല, വീഡിയോസ് എടുത്ത് പെട്ടെന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിന്ന് പോയിട്ടില്ല. അപ്പോ H11 is equal to 10 by 3. ഓക്കെ, ദെൻ അടുത്ത ടേം ഏതാ കണ്ടുപിടിക്കാനുള്ളത്? H21 ആണ് കേട്ടോ. H21 അതും ഷോർട്ട് സർക്യൂട്ടിൽ തന്നെ കണ്ടുപിടിക്കുന്നതാ. I2 by I1 at V2 is equal to 0. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ഏതൊക്കെയായിരുന്നു? I2 വേണം, I1 വേണം ആണേ. I2 I1 വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? വേണ്ട, ഇതിന്റെ ആവശ്യമില്ല. ഇപ്പൊ ഞാനിത് മായ്ക്കുന്നു. മായ്ച്ചിട്ട് V1 is equal to 10 by 3 I1 അവിടെ കിടന്നോട്ടെ. എങ്ങനെ I2 കണ്ടുപിടിക്കാം? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കിയേ. ഞാന് കഴിഞ്ഞ ഇസഡ് പാരാമീറ്ററും വൈ പാരാമീറ്റർ ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതെങ്കിലും ഒരു സൈഡ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് അവിടത്തെ കറണ്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? കറണ്ട് ഡിവിഷൻ റൂൾ യൂസ് ചെയ്തിട്ട് കണ്ടുപിടിക്കും. അങ്ങനെ ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് ആ ഒരു സൈഡിലെ തന്നെ കറണ്ട് എടുക്കുമ്പോൾ ദാറ്റ് കറണ്ട് ഷുഡ് ബി എ നെഗറ്റീവ് ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. That means V2, as the side V2 or as the voltage V2 is short circuited, the current I2 should be a -1. അപ്പോൾ നമുക്ക് ഇവിടെ നിങ്ങൾക്ക് either നിങ്ങൾ -I2 എന്ന് എഴുതിയിട്ട് കറണ്ട് ഡിവിഷൻ റൂൾ എഴുതിക്കോ, അല്ലെങ്കിൽ I2 is equal to -2 എന്ന് എഴുതിക്കോ. എന്താണെങ്കിലും പ്രശ്നമില്ല കേട്ടോ. അപ്പൊ -I2 is equal to ഡിവിഷൻ റൂൾ വേണം ചെയ്യാൻ. ഡിവിഷൻ റൂൾ ചെയ്യുമ്പോൾ I2 പാസ് ചെയ്യുന്ന റെസിസ്റ്റൻസ്, ടോട്ടൽ അവൈലബിൾ കറണ്ട് ഇൻ ദിസ് സർക്യൂട്ടസ് ഏതാണിപ്പോ? I1 എന്നുള്ള കറണ്ട് ആണ് അല്ലെ? ഇത് സിംഗിൾ ആയിട്ടൊരു 2 ലൂപ്പ് മാത്രം ഉണ്ടായിരുന്നല്ലേ ഉള്ളൂ. അപ്പൊ I2 ഈ സൈഡ് ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ള കറണ്ട് അല്ലെങ്കിൽ അവൈലബിൾ കറണ്ട് ഇൻ ദ സർക്യൂട്ടസ് I1. സോ I1 ഇൻറ്റു ഈ I2 പാസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഏതാ? 2 ആ. അതിന്റെ പാരലൽ റെസിസ്റ്റൻസ് ഏതാ? 4 ആ. അപ്പൊ ഇൻറ്റു 4 ഡിവൈഡഡ് ബൈ ദ സം ഓഫ് ദ റെസിസ്റ്റൻസ്. I2 പാസ് ചെയ്യുന്ന സം ഓഫ് ദ റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? 2 + 4 6. ഇത് നമ്മൾ എടുക്കത്തില്ല. എന്തുകൊണ്ടാ? അവിടെ I1 പാസ് ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ I2 പാസ് ചെയ്യുന്ന സം ഓഫ് ദ റെസിസ്റ്റൻസ് ആണ് എടുത്തത്. സോ ദിസ് ഇസ് 2/3. അപ്പോ 2/3 I1. 2/3 I1 മൈനസ് I2 കിട്ടി. ആസ് H21 is equal to I2 by I1. ഇവിടെ I1 ഉള്ളതുണ്ട്. ഈ രണ്ട് I1 എന്താവും? ക്യാൻസൽ ആവും. അപ്പൊ നമുക്ക് H21 is also -2/3 I1 ഡിവൈഡഡ് ബൈ I1 എന്ന് കൊടുക്കാം അല്ലേ.
അപ്പൊ H21 is equal to -2/3. കിട്ടിയോ? ഇത്രയും നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് രണ്ട് പാരാമീറ്റേഴ്സ് കൂടി H12 ആൻഡ് H22. H12 H22 കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? I1 എന്ന സൈഡിനെ, അതായത് പോർട്ട് 1നെ, I1 എന്ന കറണ്ടിനെ, ദാറ്റ് മീൻസ് ദ കറണ്ട് ഇൻ ദ പോർട്ട് 1 സൈഡ് അല്ല, അല്ലെങ്കിൽ ഫസ്റ്റ് ടെർമിനലിലുള്ള കറണ്ടിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുവാണ്. അപ്പൊ ഓപ്പൺ സർക്യൂട്ട് ചെയ്യുമ്പോൾ ഫിഗർ എങ്ങനെയാണ്? ഇങ്ങനെ തന്നെയാണ്. ഇങ്ങനെ തന്നെ വരച്ചിട്ട് നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യേണ്ട? I1 എന്നുള്ള ടേം റെപ്രസെന്റ് ചെയ്യേണ്ട. ആസ് I1 is ഓപ്പൺ സർക്യൂട്ടഡ്, ഇവിടെ ഈ റെസിസ്റ്റൻസ് ഉണ്ടോ? അതിന് ഒരു ഇഫക്റ്റും ഇല്ല. ഓപ്പൺ സർക്യൂട്ട് അല്ല, ഇതിൽ കൂടെ കറണ്ട് പാസ് ചെയ്യില്ല. ഓക്കെ, 2 ഇവിടെ V2 ഉണ്ട്, കറണ്ട് I2 ഉണ്ട്, V1 റെപ്രസെന്റ് ചെയ്തു. ഓക്കെ ആണോ? ഇനി നമുക്ക് ഇക്വേഷൻസ് എഴുതാം. എന്തൊക്കെയാ വേണ്ടേ? H12 is equal to V1 by V2 at I2 is equal to 0. എന്താണ് V1, എന്താണ് V2 എന്ന് നമുക്ക് നോക്കാം അല്ലെ. ഞാൻ പറഞ്ഞു ഫസ്റ്റ് സൈഡിലെ കറണ്ട് ഓപ്പൺ സർക്യൂട്ട് ആണ്, അതായത് ടെർമിനൽ ഓപ്പൺ സർക്യൂട്ട് ചെയ്തേക്കുക. ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള വോൾട്ടേജ് എടുക്കണമെങ്കിൽ ദിസ് V1 is equal to, ഇപ്പൊ 2I1 എടുക്കാൻ പറ്റത്തില്ല, കാരണം I1 ഇല്ല. പിന്നെ I1 ഒരു കറണ്ടേ ഇല്ല. അപ്പൊ ഈ V1 അക്രോസ് കിടക്കുന്ന 4 ohm നമുക്ക് എടുക്കാം. പക്ഷെ അവിടെയുള്ള കറണ്ട് ഏതായിരിക്കും? I2 ആയിരിക്കും അല്ലെ. I2 ഇങ്ങനെ 4ൽ കൂടി I1ഉം I2ഉം പാസ് ചെയ്യുന്നുണ്ട്. ബിക്കോസ് 4 is the കോമൺ റെസിസ്റ്റർ ആണോ? 4 കോമൺ റെസിസ്റ്റർ ആയതുകൊണ്ട് I1ഉം I2ഉം പാസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താ? I1 0 ആയി പോയി. ദെൻ V1 is equal to എന്തേ ഉള്ളൂ? 4I2 മാത്രം. നിങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ 4ൽ കൂടെ ഉള്ള ലൂപ്പ് ഇക്വേഷൻ എഴുതി നോക്ക്. V1 is equal to 2I1 plus 4 into I1 plus I2 എന്ന് എഴുതിക്കോ. ആസ് I1 is equal to 0, V1 is equal to 2 into 0, 0 plus 4 into 0 plus 4I2. അപ്പൊ V1 is equal to ഓൾറെഡി 4I2 എന്ന് കിട്ടി. മീൻസ് അത് അല്ലാണ്ട് തന്നെ ഡയറക്ട്ലി എഴുതി. ഞാൻ അങ്ങനെ I1 0 ആയതുകൊണ്ട് 4 ohmൽ കൂടിയുള്ള വരുന്നത് I2ന്റെ കറണ്ട് മാത്രമാണ്. ദാറ്റ് is V1 is equal to 4I2 എന്ന് കിട്ടി. പക്ഷെ ആ 4I2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് 4I2 വേണമെങ്കിൽ കൊടുക്കാം, പക്ഷെ V2 എന്തിന്റെ ടേംസിലായിരിക്കണം? I2ന്റെ ടേംസിലായിരിക്കണം. എന്നാലേ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന എന്താണ്? V2 കണ്ടുപിടിക്കുന്നു അല്ലെ. V2 കണ്ടുപിടിക്കുന്നു. V2 കണ്ടുപിടിക്കാൻ വേണ്ടി എന്താ? ഈസിയാ. ബിക്കോസ് ലൂപ്പ് ഓപ്പൺ സർക്യൂട്ടാ, കംപ്ലീറ്റ്ലി ഓപ്പൺ ചെയ്തേക്കുക. I1 ഉള്ള കറണ്ട് ഇല്ല അല്ലെ. I1 കറണ്ട് ഇല്ല. ഇനി V2 എടുക്കുമ്പോ എന്തായിരിക്കാം? നേരത്തെ ഞാൻ ഇക്വേഷൻ എഴുതിയ പോലെ 2I2 plus 4I2 plus I1 ആണ്. ആസ് I1 0 ആയതുകൊണ്ട് 4I2 എന്ന് മാത്രം മിസ് എഴുതിട്ടോ. അപ്പൊ എന്ത് കിട്ടി? V2 is equal to again 6I2. കിട്ടിയോ? V2 is equal to 6I2. നമുക്ക് V1 കിട്ടിയിട്ടുണ്ട്, V2 കിട്ടിയിട്ടുണ്ട് അല്ലെ. അപ്പൊ H12 is equal to V1 by V2 as V1 is equal to 4I2 and V2 is equal to 6I2. H12 is equal to 2/3. കിട്ടിയോ? ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടാ. H12 is equal to again 2/3. എഴുതിയെടുക്കണേ. അടുത്ത പാരാമീറ്റർ. ഇത്ര 3 പാരാമീറ്റേഴ്സ് ഓൾറെഡി കിട്ടി. ഇനി ഒരെണ്ണേ ഉള്ളൂ. അത് എവിടെയെങ്കിലും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കോ. ഇക്വേഷൻ ഞാൻ ഇങ്ങനെ എഴുതുക. H22 is equal to I2 by V2 at I1 0. ഇപ്പൊ I2 എന്നുള്ളത് I2 എന്ന് കൊടുക്കാം. ബിക്കോസ് V2 is equal to 6I2 എന്ന് ഓൾറെഡി ഉണ്ട്. അപ്പൊ മിസ് എന്ത് ചെയ്യുന്നു? H22 is equal to I2 divided by 6I2, that is 1/6. ഓക്കെ ആണോ? 1/6 കിട്ടിയില്ലേ? 4 പാരാമീറ്ററും കിട്ടി. അപ്പൊ H22 is equal to 1/6. ചെയ്യുന്നതെല്ലാം ഒരുപോലെയാണ്. ഇക്വേഷൻസ് എടുക്കുന്നതിലുള്ള ചേഞ്ചേ ഉള്ളൂ. ഈ ഷോർട്ട് സർക്യൂട്ട് എന്താണ്, ഓപ്പൺ സർക്യൂട്ട് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി. മെയിൻ ആയിട്ട് ഞാൻ എന്നെ വിളിക്കുന്നവരോടും മെസ്സേജ് ഇടുന്നവരോടും ഞാൻ എപ്പോഴും പറയും, നിങ്ങൾ ഡിവിഷൻ റൂൾസ് പഠിക്കേ, അത് മനസ്സിലാക്ക്. അപ്പൊ സുഖമായിട്ട് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ. ഈ 2 പോട്ട് ഈസി ആയിട്ട് മാർക്ക് കിട്ടും. ഓക്കെ ആണോ? ഇപ്പൊ നമ്മൾ H11 കണ്ടുപിടിച്ചു, H12 കണ്ടുപിടിച്ചു, H21 കണ്ടുപിടിച്ചു, H22 കണ്ടുപിടിച്ചു. ഇനി ഞാൻ അടുത്തൊരു ക്വസ്റ്റ്യൻ കൂടി എഴുതാട്ടോ. ഇവിടെ ഇതൊരു 3 ലൂപ്പ് സർക്യൂട്ട് അല്ലെ. 3 ലൂപ്പ് സർക്യൂട്ടിനകത്ത് നമ്മൾ എന്ത് ചെയ്യണം? H പാരാമീറ്റർ കണ്ടുപിടിക്കണം. ഫസ്റ്റ് യു ഷുഡ് റൈറ്റ് the equations. ഏതൊക്കെയാണ് H പാരാമീറ്ററിന്റെ ഇക്വേഷൻ? V1 is equal to H11 I1 plus H12
V2 and I2 is equal to H21 I1 plus H22 V2. As for finding H11 and H21, we have to short circuit the secondary side or the port 2 or terminal 2. അപ്പോൾ ഇതിനെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നു? Port 2 is port 2 short circuited, SC short circuited. Short circuit ചെയ്യുമ്പം ഇതിനെ ഞാൻ ഒന്നുകൂടെ മാറ്റുവേ. നോക്കിക്കോ, സെക്കൻഡറി സൈഡ് ഷോർട്ട് സർക്യൂട്ട് ചെയ്തു. ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് പാരലൽ ആയിട്ട് ഞാൻ അവിടെ എന്ത് വരച്ചിട്ടുണ്ട്? ആ റെസിസ്റ്റൻസ് 4 ഓം റെസിസ്റ്റൻസ് വരച്ചിട്ടുണ്ട്. അത് അവിടെ നിൽക്കുവോ? നിക്കത്തില്ല. ഷോർട്ട് സർക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പാരലൽ ആയിട്ട് റെസിസ്റ്റൻസ് നിക്കത്തില്ല. സോ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ എലിമിനേറ്റ് ചെയ്യണം, അല്ലെ? എലിമിനേറ്റ് ചെയ്യുമ്പം എനിക്ക് ഇതിന് ഇങ്ങനെ കിട്ടും. അത് നിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വരച്ചത്. ഇനി നമുക്ക് കണ്ടുപിടിക്കാം. ഇക്വേഷൻ എഴുതിക്കോ. H11 is equal to V1 by I1 at V2 is equal to 0. What is V1 and I1? V1 is simply നേരത്തെ ചെയ്ത സെയിം തന്നെയാണ് ഫസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യനിലെ പോലെ. സിമ്പിൾ 2 ലൂപ്പ് സർക്യൂട്ട് ആയില്ലേ? V1 is equal to I1 ഉണ്ടല്ലോ. I1 ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. I1 into Z equivalent. Here Z equivalent is equal to 2 plus 2 parallel 2. 2 parallel 2 എന്ന് പറയുന്നത് 1 അല്ലേ? 2 into 2 divide by 2 plus 2. അപ്പോ അയ്യോ സോറി, 2 അല്ല, അത് 1 ആട്ടോ. ഇത് 1 ആണ്. സോറി, മൈ മിസ്റ്റേക്ക്. 1 plus 2 parallel 2. 1 plus 2 parallel 2. അപ്പോ ഇവിടെ 1 plus 1, that is 2. Z equivalent 2 ohm കിട്ടിയിട്ടുണ്ട്. That is V1 is equal to I1 into 2. അപ്പൊ H11 നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. V1 എന്ത് കൊടുക്കാം? I1 into 2 എന്ന് കൊടുക്കാം. ഡിവൈഡഡ് ബൈ I1. അപ്പോ H11 is equal to 2. കിട്ടിയേ? H11 is equal to 2. ഞാൻ ഈ സൈഡിലേക്ക് എഴുതുവാണേ. H11 is equal to 2. ഇനി അടുത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കാനുള്ളത്? H21 കണ്ടുപിടിക്കണം. H21 എങ്ങനെ തന്നെയാ കണ്ടുപിടിക്കുന്നത്? ഇത് ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ടാ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നോക്കിക്കോ. H21 is equal to I2 by I1 at V2 is equal to 0. So we have to find out what is I2. For finding I2, here this side എന്നല്ലെങ്കിൽ V2 എന്ന് പറയുന്ന വോൾട്ടേജ് is short circuited. ഷോർട്ട് സർക്യൂട്ട് ചെയ്തിട്ട് അവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ that current should be a നെഗറ്റീവ് ക്വാണ്ടിറ്റി അല്ലേ? അപ്പോ -I2 is equal to, ഇനി കറണ്ട് ഡിവിഷൻ റൂള്, ഇപ്പൊ സർക്യൂട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ടോട്ടൽ കറണ്ട് ഏതാ? I1 ഇൻറ്റു I2 പാസ് ചെയ്യുന്ന റെസിസ്റ്റൻസിന്റെ പാരലൽ റെസിസ്റ്റൻസ്, ഇത് 2 ഡിവൈഡ് ബൈ ദ സം ഓഫ് ദ റെസിസ്റ്റൻസ്. 2 plus 2 4 അല്ലെ? I2 അല്ലേ കണ്ടുപിടിക്കുന്നത്. അപ്പൊ I2 പാസ് ചെയ്യുന്ന I2 ഇങ്ങനെ വരും. ഇതിന്റെ പാരലൽ റെസിസ്റ്റൻസ് E2 ഡിവൈഡ് ബൈ ദ സം ഓഫ് ദ റെസിസ്റ്റൻസ്. 2 plus 2 4. ദാറ്റ് ഈസ് -I2 is equal to I1 into I1 by 2. അപ്പോ യെസ്, ഇവിടെ ഇപ്പോ H21 is equal to I2 ഡിവൈഡ് ബൈ I1 ആണ്. ആസ് I2 is equal to I1 by 2 അല്ലെങ്കിൽ I2 is equal to -I1 by 2. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ -I1 by 2 the whole divide by I1 എന്താ കിട്ടുക? 1/2 എന്ന് കിട്ടും. -1/2. H21 is equal to -1/2. കിട്ടിയോ? H11 is equal to 2 and H21 is equal to -1/2 when the secondary side short circuited അല്ലെ? ഇനി നമ്മൾ കണ്ടുപിടിക്കാനുള്ളത് പ്രൈമറി സൈഡ് ഓപ്പൺ സർക്യൂട്ട് ചെയ്യണം. അതായത് I1 എന്നുള്ള കറണ്ടിനെ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് H12 H22 കണ്ടുപിടിക്കണം. അപ്പൊ നോക്കാം. ഓപ്പൺ സർക്യൂട്ട് ചെയ്ത് ഞാൻ ഫിഗർ വരച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻസ് എഴുതുന്നു, അവിടെ നിന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നു. സോ ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് ഫസ്റ്റ് വരുന്നത് H12 is equal to V1 by V2 at I1 0. Then what is V1 and what is V2? അപ്പോ ആദ്യമേ തന്നെ നിങ്ങളൊരു കാര്യം നോക്കോ. ഞാൻ പറഞ്ഞു പ്രൈമറി സൈഡിലുള്ള കറണ്ട്, അതായത് I1 എന്ന് പറയുന്നതിന് എന്ത് ചെയ്തു? ഓപ്പൺ സർക്യൂട്ട് ചെയ്തു. ഓപ്പൺ സർക്യൂട്ട് ചെയ്തിട്ട് V1 കണ്ടുപിടിക്കുകയാണ്. അപ്പം നമുക്കറിയാം അക്കോർഡിംഗ് ടു ഓംസ് ലോ V is equal to IR ആ. പക്ഷേ
ഇപ്പൊ ഇവിടെയുള്ള V1 കണ്ടുപിടിക്കാൻ I1 0 ആണ്, ഓപ്പൺ സർക്യൂട്ട് ആയതുകൊണ്ട്. ദെൻ ഈ സർക്യൂട്ടിൽ വരുന്ന അല്ലെങ്കിൽ ഈ സൈഡിലേക്ക് വരുന്ന കറണ്ട് എന്തായിരിക്കും? എ പോർഷൻ ഓഫ് ദ കറണ്ട് ഫ്രം I2ന്റെ ഒരു പോർഷൻ ഓഫ് ദ കറണ്ട് മാത്രമേ വരുന്നുള്ളൂ, ഫുൾ I2 വരുന്നില്ല. ബിക്കോസ് ഡിവിഷൻ കഴിഞ്ഞിട്ട് സീരീസ് ആണോ പാരലൽ ആണോ കോമ്പിനേഷൻ നോക്കി ആ റെസിസ്റ്റൻസിലേക്ക് വരുന്ന കറണ്ട് ഡിവിഷൻ ആണ് വരുന്നത്. അപ്പൊ ഈ മൊത്തം I2 എന്നുള്ള കറണ്ട് നമുക്ക് വരുന്നില്ല, ഈ സൈഡിലേക്ക് വരുമ്പോ. ഇപ്പൊ ഇവിടെ നിന്ന് തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തു, ദെൻ അവിടെ നിന്ന് 2-ൽ നിന്ന് വന്ന് 1ലേക്കും 2ലേക്കും പിന്നെ സ്പ്ലിറ്റ് അപ്പ് ആണ്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് വരുന്നത് കൊണ്ട് നമുക്ക് വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് ദ കറണ്ട് IX. ഓക്കെ, I2ന്റെ ഒരു പോർഷൻ ഓഫ് ദ അല്ലെങ്കിൽ പാർട്ട് ഓഫ് ദ കറണ്ട് ഫ്രം I2 ഇസ് കൺസിഡർഡ് ആസ് IX. അപ്പൊ IX ഇൻറ്റു ഇതിന്റെ ഓപ്പോസിറ്റ് റെസിസ്റ്റൻസ് ഏതാ? 2. ഇൻറ്റു ഇതിന് അക്രോസ് കിടക്കുന്ന റെസിസ്റ്റൻസ് 2 ആണ്. ബിക്കോസ് I1ൽ 0 അല്ലേ കറണ്ട്, 0 കറണ്ടാ. പിന്നെ ഈ പാർട്ട് വരുന്ന കറണ്ട് 2 ഇൻറ്റു IX ആണ്. കറക്റ്റ് അല്ലേ? ക്ലിയർ ആണോ? 2 ഇൻറ്റു IX ആണ്. ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഇവിടെ കറണ്ട് ഇല്ല, ബിക്കോസ് I1 0 ആണ്. പിന്നെ I2ലെ പോർഷൻ ഓഫ് ദ കറണ്ട് ഈ 2 ഓം റെസിസ്റ്റൻസിലേക്ക് വന്നപ്പോ അതിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V1 ആയതുകൊണ്ട് V1 is equal to IX into 2 എന്ന് ഞാൻ എടുത്തു. ഓക്കെ ആണോ? ഇനി എന്താണ് IX എന്ന് കണ്ടുപിടിക്കാൻ പോവാ. ആസ് ദ IX കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് the total available current in this circuit right now is I2 into I2 പാസ് ചെയ്യുന്ന നമുക്ക് കണ്ടുപിടിക്കാനുള്ള റെസിസ്റ്റൻസ് ഇതാണ്. ഇതിന്റെ പാരലൽ ഏത് റെസിസ്റ്റൻസിലാണോ അത് നോക്ക്. ഇതിന്റെ പാരലൽ റെസിസ്റ്റൻസ് 2 ഡിവൈഡ് ബൈ ദ സം ഓഫ് ദ റെസിസ്റ്റൻസസ് 4 അല്ലേ? 4 ആണ്. ബിക്കോസ് I2 എന്നുള്ള കറണ്ട് ഈ ഒരു ടെർമിനലിൽ വന്നിട്ട് ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആയി, ഇങ്ങോട്ട് സ്പ്ലിറ്റ് ആയി. അപ്പൊ ഇതിൽ പോകുന്ന ഈ 4 ഓമിൽ പോകുന്ന റെസിസ്റ്റൻസ് വേറെയാ. പിന്നെ ഈ I2ൽ വരുന്ന കറണ്ട് തന്നെയാ ഇങ്ങോട്ടും വരുന്നത് ആണല്ലോ. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ റെസിസ്റ്റൻസ് ആയതുകൊണ്ട് ഇതിന്റെ പാരലൽ റെസിസ്റ്റൻസ് ദിസ് 2 ഡിവൈഡ് ബൈ ദ സം ഓഫ് ദ റെസിസ്റ്റൻസസ് 2 + 2 4. ദാറ്റ് ഇസ് I2/2 എന്ന് കിട്ടും. 2/4 2. I2/2 എന്ന് കിട്ടും. ഇപ്പൊ IX is equal to I2/2 എന്ന് കിട്ടി. V1 നമ്മൾ IX into 2 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ V1 is equal to I2/2 into 2. That is V1 is equal to I2. V1 I2 എന്ന് കിട്ടിയോ നിങ്ങൾക്ക്? ഇനി നമ്മൾ എന്താ ചെയ്യാനുള്ളത്? V2 കണ്ടുപിടിക്കണം. V2 കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? V2നും കറണ്ട് ഡിവിഷനാ പോന്നെ. ബിക്കോസ് V2 എന്നുള്ള കറണ്ട് ഇവിടെ ഒരു ടെർമിനൽ ഞാൻ A എന്നും കൊടുത്തു, ഇവിടെ ഞാൻ B എന്നും കൊടുത്തു. അപ്പൊ ഈ V2 കിടക്കുന്നത് 4 ഓമിന്റെ പാരലൽ ആയിട്ടാണ്. സോ 4 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് അല്ല 4 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജസ് നമ്മുടെ V2. പക്ഷെ അപ്പോഴും 4 ഓമിന് അക്രോസ് ഉള്ള കറണ്ട് അല്ലെങ്കിൽ 4 ഓമിന് അക്രോസ് ഉള്ള വോൾട്ടേജ് V2 എടുക്കാൻ 4 ഓമിൽ കൂടിയുള്ള കറണ്ട് ഫുൾ I2 ഇല്ല. I2 ടെർമിനൽ എയിൽ വന്നിട്ട് സ്പ്ലിറ്റ് ആയതിന്റെ ഏതോ ഒരു പോർഷൻ ഓഫ് ദ കറണ്ട്, അതായത് I2ന്റെ ഒരു പാർട്ട് ഓഫ് ദ കറണ്ട് സ്പ്ലിറ്റ് ടു 2 ഓമിലേക്കും 4 ഓമിലേക്കും. അപ്പം ആ 4 ഓമിലേക്ക് സ്പ്ലിറ്റ് ആയ കറണ്ട് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ, റൈറ്റ്? ആ കണ്ടുപിടിക്കുന്ന സ്പ്ലിറ്റ് ആവുന്ന കറണ്ടിനെ ഞാൻ V2 is equal to 4 into IY എന്ന് എടുത്തു. ഇവിടെ IX എടുത്തതുപോലെ ഞാൻ ഇവിടെ IY എന്ന് എടുത്തു. ക്ലിയർ ആയോ? ഇനി നമ്മൾ എന്ത് ചെയ്താൽ മതി? IY കണ്ടുപിടിച്ചാൽ മതി. എങ്ങനെ IY കണ്ടുപിടിക്കാം? ഇവിടെ ചെയ്തതുപോലെ ടോട്ടൽ അവൈലബിൾ കറണ്ട് I2 ഇൻറ്റു IY പാസ് ചെയ്യുന്ന റെസിസ്റ്റൻസ് ഏതാണ്? നമ്മുടെ 4 ഓം ആണ്. ഇതിന്റെ പാരലൽ റെസിസ്റ്റൻസ് ഏതാണ്? 2 ഓം ആണ്. അപ്പൊ 2 ഡിവൈഡ് ബൈ ദ സം ഓഫ് ദ റെസിസ്റ്റൻസ് ഏതാണ്? 4 ആണ്. അല്ലേ? കിട്ടിയോ? ദാറ്റ് ഇസ് I2/2. കിട്ടിയോ? IY is equal to I2/2. ഇനി V1ഉം നമ്മൾ ഈ IY എടുത്ത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ V2 is equal to 4 into I2/2. That is 2I2. ഇനി എന്താണ് H12? എങ്ങോട്ട് എഴുതാം? ഇവിടെ എഴുതാം. H12 is equal to V1/V2, where V1 is equal to I2 divide by V2 is equal to 2I2. That is H12 is equal to 1/2. ആണോ? H12 is equal to 1/2. മനസ്സിലായോ നിങ്ങൾക്ക്? ആലോചിച്ച് നോക്ക്. ഞാൻ പറഞ്ഞത് റീവൈൻഡ് ചെയ്ത് കണ്ടിട്ട് ആലോചിച്ച് നോക്ക്, അപ്പൊ കിട്ടൂട്ടാ. ഇനി അടുത്ത H22 ചെയ്യാൻ 3 എണ്ണം ആയപ്പോ എല്ലാ ടേംസും അവിടെ തന്നെ ഉണ്ടാവും. നോക്കിക്കോ. H22 is equal to I2/V2 at I1 0. അറ്റ് എഴുതുന്നില്ല ബിക്കോസ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാ. I2 ഉണ്ട്,
പക്ഷെ നമ്മുടെ V2 എന്ന് പറയുന്നത് ഇത് കിട്ടിയേക്കുന്നുണ്ടോ, V2 is equal to 2I2 എന്ന് കിട്ടി. അപ്പൊ എനിക്ക് ഈ I2 ഡിവൈഡഡ് ബൈ അഗെയിൻ 2I2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1/2 കിട്ടും. അപ്പോ H22 is equal to 1/2 എന്ന് കിട്ടി. കിട്ടിയോ? H22 is equal to 1/2, H12 നമുക്ക് 1/2 എന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. ആലോചിച്ച് ചെയ്യണോട്ടാ. ഈ ക്വസ്റ്റ്യന്റെ 4H പാരാമീറ്റേഴ്സിന്റെ വാല്യൂസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് ഒരു 2 പ്രാവശ്യം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി, 2 ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കിക്കോ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. H പാരാമീറ്റർ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ചെയ്യാൻ പറ്റും. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. എനിക്ക് പറ്റുവാണെങ്കിൽ ഞാൻ ഇനി ഒരു റിവിഷൻ പോലെ അടുത്തൊരു വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇത് അർച്ചനാസ് അക്കാഡമി യൂട്യൂബ് ചാനൽ. ഞാൻ അർച്ചന. എൻ്റെ വീഡിയോസ് കണ്ടിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് സജസ്റ്റ് ചെയ്യുക. എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും കോമെൻറ്റ് ചെയ്തോ, ഞാൻ ആൻസർ ചെയ്ത് തരാം. ദെൻ താങ്ക് യു.